ഒറ്റ സാധനം ചാവും. രണ്ട് ഞവഞ്ഞി തവളി പാമ്പടക്കം ചാവും. മഴ നമുക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. കർക്കിടക മാസം നമ്മളുടെ പണികൾ നമ്മൾ ചെയ്യുക. ഇതാണ് യൂറിയും പൊട്ടാഷ്യം നമ്മൾ പാടത്തിടാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് രാസവളമാണ്, ജൈവവളമൊന്നുമല്ല. രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടായിരിക്കും പാടത്ത് നമ്മളിടുക. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് അതിനോട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാക്കിൽ കെട്ടിയിട്ട് പാടത്ത് കൊണ്ടുപോകാം. ഒന്ന് നീ എടുത്തിട്ട് വാ. നീ പോയിട്ട് അത് കെട്ടിട്ടാ മഴ നമുക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. കർക്കിടക മാസമാണ്, ഒരുപാട് പേരിന് കിട്ടില്ല. ഈ ഗ്യാപ്പിൽ എറിയണം കേട്ടോ. ഞാൻ പോയി കേട്ടാ. ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ ചന്ദ്രേട്ടൻ വളം ഇടാൻ വേണ്ടി വളം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കഴായിതാ ഇവിടെ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആ ചാക്കെടുത്ത ഈ ഭാഗത്തെ കുറച്ച് മണ്ണിട്ട് വേണം, അല്ലെങ്കിൽ വെള്ളം തള്ളിപ്പോയി വെച്ചാൽ വളം ഇട്ടതിന് പ്രയോജനം ഇല്ലാതാവും. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ചാക്ക് വെച്ച് നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇട്ടണമെന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ നടിയിൽ കഴിഞ്ഞപ്പോൾ ഒരു കാത്തിരിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സമയമാകുമ്പോൾ വളം ഇട്ട് കൊടുക്കണം, മരുന്ന് ഇടണമെന്നൊക്കെ. അപ്പം ആ മരുന്ന് നമ്മൾ 2 ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചാതിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യ ഘട്ടം വളമിടുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊട്ടാഷ്യം കോംപ്ലക്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ 2 തവണ ഇടും, അല്ലെങ്കിൽ 3 തവണ വരെ ഇടാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിലൂടെ വെള്ളം പോകുന്നുണ്ടോ കള്ളാമ്പോട്ടി കൂടെ. അപ്പോൾ അത് നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ അത് കള്ളാമ്പോട്ട് നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിലൂടെ വെള്ളം പോകുന്നുണ്ട്. അത് ഞണ്ടും പാമ്പൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടയായിട്ടാണ് വെള്ളം പോവുക. അപ്പൊ എന്നാ ഒരു നേരം നീ വളം ഇട്ടോ 10,000 എനിക്ക് തരാൻ പറഞ്ഞില്ല. അത് ഞായറാഴ്ച വേട്ടം ചെയ്തത്. എനിക്ക് വയ്യ. അപ്പൊ പിന്നെ ആങ്ങളിനെ ഏട്ടനെ കൊണ്ടുതന്നെ ഞാൻ പമ്പ് കുറിച്ചേരിന്ന് വാടകയ്ക്ക് എടുത്ത് തരാം. ആ ഏട്ടനെ കൊണ്ടൊന്ന് അടിക്കാൻ പറയും, നോക്കട്ടെ. എന്നാ അത് ചെയ്യിപ്പിക്കും. അതെന്താ ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഞാനെന്താ പേപ്പറാ? ഇല്ല, തെറ്റില്ല. വേണം. ഒരു പാടത്ത് പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അറിയാം. ജൈവവളം ഉപയോഗിച്ചിട്ട് ഇവിടെ ആരും കൃഷിയൊന്നും ചെയ്യാറില്ല. മൊത്തം രാസവളം തന്നെയാണ്. രാസവളത്തിന് അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. പെട്ടെന്ന് വിളവാകും. ജൈവവളം ആകുമ്പോൾ അതിനൊക്കെ സമയം എടുക്കുമായിരിക്കും. എടുത്ത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മരുന്നടിക്കുമ്പോൾ ഇതിലുള്ള പാമ്പ്, തവള, മീനൊക്കെ ചാവുന്നു. നല്ല പൊള്ളപ്പൻ സാധനം. ഇതെന്ത് പാമ്പാണ്? തലി കെട്ടുണ്ടോ? തലി കെട്ട് നോക്കട്ടെ. ഇത് പയ്യാനാണോ തോന്നുന്നു. എന്ത് ഇതാ? വെള്ളപ്പാമ്പ്. വെള്ളപ്പാമ്പാണ്. ഇത് വെള്ളപ്പാമ്പാണ് കേട്ടോ. ഇത് ചത്ത് കിടക്കുന്നത് വെള്ളപ്പാമ്പ്. തലി കെട്ടൊന്നുമില്ല. ഇതാ തലയിൽ ആകൃതി ഉണ്ടാവും. മൂർഖനാണെങ്കിൽ വെള്ളപ്പാമ്പല്ലേ. ദൂരെ കൊണ്ടിട്ടോ. കുഴിച്ചിടാ അതൊന്നും. കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ടോ. അവിടെ ഇങ്ങോട്ട് കുഴിച്ചിട്ട്. നല്ല ആട്ടി കുഴിച്ചിട്ട് കേട്ടോ. ഇതാ ഈ പാമ്പിനെ ഇതിൽ നമ്മൾ കുഴിച്ചിടാൻ പോവാണ്. വരമ്പുകളൊക്കെ ഞാൻ പണിയെടുക്കണം. ഇന്നലെ വരമ്പൊക്കെ ശരിയാവും. കൊയ്ത്ത് കഴിഞ്ഞിട്ടേ പണി ഞാൻ എടുക്കണം. അന്നേരം വരമ്പിന്റെ രൂപ നിൽക്കട്ടെ. തെങ്ങിൻ്റെ അടുക്കുണ്ട്. ആ തെങ്ങിൻ്റെ അടുക്കുണ്ട്.
ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ കുറേ പാമ്പും തവളയും മീനൊക്കെ ചത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടൊരു ജീവിതം നമുക്ക് സാധ്യമല്ല. പക്ഷേ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാന്നേ ഉള്ളൂ. പക്ഷേ അവർ വളമിട്ടുകൊണ്ടിരിക്കുകയാണോ, വളമിടുന്നുണ്ട്. അതുപോലെ അവർ നാളെയൊക്കെ ആയിട്ട് മരുന്നടിക്കുന്നു പറയുന്നുണ്ട്. നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള കർഷകർ എല്ലാവരും ഒരുമിച്ച് വളമിടും, ഒരുമിച്ച് മരുന്നൊക്കെ അടിക്കണം. എന്നാലേ ഒരു കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആ വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് കഴിയുമ്പോൾ നല്ല തന്നെ. അപ്പോൾ പാടത്ത് മരുന്നടിച്ച ശേഷമുള്ള വളമിടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.